എല്ലാവർക്കും മൈ പാഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ് മെഷർമെൻറ്റ് ചാർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷനും ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നത്. സെക്കൻഡ് ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നത് പെറ്റിക്കോട്ടായിരുന്നു. തേർഡ് ക്ലാസ് ഇപ്പോൾ സിമ്പിൾ സൈഡ് ഗ്യാതേർഡ് ഫ്രോക്ക്. അത് നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈഡ് ഗ്യാതേർഡ് ഫ്രോക്കാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിന് വേണ്ടി ഫുൾ ലെങ്ത്ത് 27 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഷോൾഡർ ടു മുട്ട് വരെ, ഒന്നില്ലെങ്കിൽ മുട്ട് വരെ എടുക്കാം, അല്ലെങ്കിൽ മുട്ടിൽ നിന്ന് കുറച്ചുകൂടി താഴേക്ക് ഇറക്കണമെങ്കിൽ ഇറക്കാം. അപ്പോൾ എന്തോരം ഇറക്കം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി മുട്ടിന് മേലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആകാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. അതാണ് ഫുൾ ലെങ്ത്ത്. ചെസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് 21 ഇഞ്ച് എന്ന് പറയുന്നത് ചെസ്റ്റ് നമ്മൾ ബ്രസ്റ്റിൻ്റെ മേലക്കൂടെ ടേപ്പ് വട്ടനെ പിടിക്കണം. അങ്ങനെയാണ് 21 ഇഞ്ച് വരുന്നത്. പിന്നെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് നമുക്ക് എന്തോരം ഇറക്കം വേണം ടോപ്പിന്, അതായത് ഈ ഒരു പോർഷന് എന്തോരം ഇറക്കം വേണം എന്നുള്ളതാണ്. ചിലർ പൊക്കിളിൻ്റെ അത്ര എടുക്കും, ചിലർ നമ്മുടെ കൈയുടെ മടക്കുണ്ടല്ലോ മടക്കിന് നേരെ വെച്ചെടുക്കും, അല്ലെങ്കിൽ പൊക്കിളിനെ തൊട്ട് താഴെ ഇറക്കിയെടുക്കും, അല്ലെങ്കിൽ കയറ്റിയെടുക്കും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അതാണ് വേസ്റ്റ് ലെങ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ 8.5 എടുത്തേക്കണേ. വേസ്റ്റ് 19. അതായത് നമ്മൾ എവിടെ നിന്നാണോ വേസ്റ്റ് ലെങ്ത്ത് എടുത്തേക്കണേ അവിടെ നിന്ന് നമ്മൾ വട്ടനെ നമ്മുടെ ബോഡിക്ക് ചുറ്റും നമുക്ക് വട്ടനെ ടേപ്പ് പിടിച്ച് നമുക്ക് എത്ര കിട്ടണം നോക്കാം. അതാണ് 19.5. ഇത്ര അളവുകൾ മാത്രം മതി. ഇനി നമുക്ക് ഇതൊരു പെറ്റിക്കോട്ടിൽ 2 പീസ് പോലെ മേൽഭാഗവും കീഴ്ഭാഗവും സെപ്പറേറ്റ് എന്ന രീതിയിലായിരുന്നു നമ്മൾ പെറ്റിക്കോട്ടിൽ കട്ട് ചെയ്തിരുന്നത്. പക്ഷേ സൈഡ് ഗ്യാതേർഡ് ഫ്രോക്കിൽ നമ്മൾ സിംഗിൾ തുണി, ഒറ്റൊരു തുണിയിൽ മാത്രമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടി 0 to 1 എന്ന് പറയുന്നത് എനിക്ക് ഫുൾ ലെങ്ത് 27 ഇഞ്ച് കിട്ടി. അതിനോട് 1.5 ഇഞ്ച് ആഡ് ചെയ്യണം. കാരണം 1/2 ഇഞ്ച് മുകളിൽ തയ്ക്കാൻ പോകും, 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കണം. അങ്ങനെ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് 28.5 ഇഞ്ച് കിട്ടും. അതായത് 0 to 1. അടുത്ത 0 to 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സൈഡിലേക്ക് നമ്മുടെ ബോഡിയുടെ സെൻറ്റർ പോർഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു സൈഡിലേക്ക്, അതായത് ആം ഹോളിൻ്റെ അവിടത്തോളം വരെയുള്ള അളവാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അത് 0 to 2. അത് ഞാൻ അടയാളപ്പെടുത്തുന്നത് ചെസ്റ്റ് നമുക്ക് 21 കെട്ടി അതിൻ്റെ കൂടെ 3 ഇഞ്ച് ലൂസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 ഇഞ്ച് മുതൽ 29 ഇഞ്ച് വരെ ഉള്ളവർക്ക് 3 ഇഞ്ച് ലൂസാണ് നമ്മൾ ആഡ് ചെയ്യണമെന്നുള്ളത്. അതാണ് ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തു. അത് ഡിവൈഡ് ബൈ 4, അതായത് 21 + 3 ചെയ്യുമ്പോൾ നമുക്ക് 24 കിട്ടി. 24ൻ്റെ 4/1 4 എടുക്കുക, അപ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. തയ്യൽ തുമ്പ് നമുക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് അടയാളപ്പെടുത്താം, 2 ഇഞ്ച് അടയാളപ്പെടുത്താം, 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് എന്തായാലും 1 ഇഞ്ചെങ്കിലും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു പൊടിക്ക് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരിത്തിരി അയച്ചിടാനും ലൂസാക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് 1 ഇഞ്ചെങ്കിലും മിനിമം നിങ്ങൾ തയ്യൽ തുമ്പ് ആഡ് ചെയ്താലാണ് നമുക്ക് ഡ്രസ്സ് ടൈറ്റ് ആകുമ്പോൾ ലൂസാക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ചില തുണികൾ എന്ന് പറഞ്ഞാൽ തിരുമ്മി കഴിയുമ്പോൾ ചുരുങ്ങിപ്പോവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് ടൈറ്റ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കുത്തഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കുത്തഴിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഷേപ്പിനെ ആക്കാനായിട്ട് തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുക്കണം. ചിലർ 2 ഇഞ്ച് വരെ കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ 6 + 1.5 എന്ന് പറയുമ്പോൾ 7.5 കിട്ടി. അടുത്ത് 0 to 3 എന്നാണ് വേസ്റ്റ് ലെങ്ത്ത്. നമുക്ക് എന്തോരം ഇറക്കം വേണമെന്ന് വെച്ചാൽ അതാണ്. അത് 0 to 3 അവിടെ 8 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. 3 to 4 എന്ന് പറയുന്നത് 0 to 2 എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അത് നമുക്ക് 7.5 കിട്ടി. കണ്ടോ, 0 to 2 നമുക്ക് 7.5 കിട്ടിയില്ലേ. അതിനെയാണ്, കാരണം നമുക്കൊരു ബോക്സ് പോലെയാണ് നമ്മൾ വരച്ചേക്കുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. ഇനി ഇവിടുന്ന് 3 to 5, അതായത് ഇവിടത്തോളം സൈഡ് ഗ്യാതേർഡ് ഫ്രോക്ക് ആയതുകൊണ്ട് ഈ സൈഡിലാണ് നമ്മൾ എന്താ പറയുക ചുരുക്കിടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തോരം വീതി ഇവിടെ കൊടുക്കണം എന്ന് അറിയണമല്ലോ. അതായത് സിംഗിൾ പീസ് തുണിയാണ്. അപ്പോൾ അതിൽ 3 to 5 നമ്മൾ എടുക്കണത്. 0 to 2 നമുക്ക് എത്ര കിട്ടിയോ അതിൻ്റെ 2 ഇരട്ടി. 0 to 2 നമുക്ക് 7.5 കിട്ടിയെങ്കിൽ അതിൻ്റെ 2 ഇരട്ടി എന്ന് പറയുമ്പോൾ 15. തയ്യൽ തുമ്പടക്കാട്ട് 7.5 വന്നേക്കുന്നത്. അതിൻ്റെ 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 15 ഇഞ്ച്. അപ്പോൾ 3 to 5 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് നമുക്ക് 15 ഇഞ്ചോളം തുണി ആവശ്യം വരുന്നുണ്ട്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു.
പിന്നെ നമുക്ക് 6 to 7, അതായത് ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ഈ 3 to 5 തന്നെയാണ് 1 to 6 കിട്ടുന്നത്. നമുക്ക് 6 to 7 നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്താൻ നമ്മൾ ഈ 1 to 6ൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ചിരിച്ച് നമ്മളിങ്ങനെ വരയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ ഉടുപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തൂങ്ങിപ്പോവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ 7 to 6 നമ്മൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെ ചിരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. അപ്പോൾ അത് ഞാൻ കട്ടിങ് വീഡിയോയിലും സ്റ്റിച്ചിങ് വീഡിയോയിലും കാട്ടിത്തരുന്നതായിരിക്കും. എന്നിട്ട് 4 to 8 തന്നെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്യും. ഇത്ര ഭാഗം മാത്രം നമ്മൾ ഈ ടോപ്പിൻ്റെ ഈ പോർഷനിൽ ഇത്ര ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഈ 8 to 5 വരെ ഉള്ളതില്ലേ നമ്മൾ ചുരുക്കിട്ട് ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവരും. അങ്ങനെ നമ്മൾ സിംഗിൾ ഫ്രോക്ക് എന്ന രീതിയിലേക്ക് ആക്കണം. 2 സെപ്പറേറ്റ് തുണിയല്ല, ഒറ്റ തുണിയാണ്. ഇവിടെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ് വരുമ്പോൾ ഇവിടെ മാത്രമേ സ്റ്റിച്ചിങ് വരുള്ളൂ. അപ്പോൾ 8 to 5 വരെ ഉള്ളത് നമ്മൾ കുഞ്ഞു ചുരുക്കിയിട്ട് 8 to 4ലേക്ക് നമ്മളത് കൊള്ളിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ളത് 0 to 9. 0 to 9 എന്ന് പറയുമ്പോൾ ഷോൾഡറാണ്. ഇവിടെ നമുക്ക് ചെസ്റ്റ് 21 ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് ചാർട്ടിൽ 21 ഇഞ്ച് എടുത്തു. 21 ഇഞ്ച് എടുത്തു. അതിൽ നമുക്ക് വരുന്നത് 0 to 9 നമുക്ക് എത്രയാണെന്നുള്ളതാണ്. 0 to 9 എന്ന് പറയുന്നത് ഷോൾഡറാണ്. 21 ഇഞ്ചിൽ ഷോൾഡർ നമുക്ക് 4 ഇഞ്ച് കിട്ടി. പിന്നെ 9 to 10 എന്ന് പറയുന്നത് ആം ഹോളാണ്. അതും നമുക്ക് 4 ഇഞ്ച് തന്നെ കിട്ടി. അടുത്ത് 0 to 11 നെക്ക് വെഡ്ത്താണ്. അത് നമുക്ക് 1.5 കിട്ടി. 11 to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ക് ഡെപ്താണ്. നമുക്ക് 3.5 കിട്ടി. ഈ മെഷർമെൻറ്റ് ചാർട്ട് കറക്റ്റാണ്. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കൂട്ടി കുറയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ അളവ് വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇത്ര കാര്യങ്ങളാണ് സിമ്പിൾ സൈഡ് ഗ്യാതേർഡ് ഫ്രോക്കിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് അടക്കാം. കാൽക്കുലേഷൻ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും നോക്കി മനസ്സിലാക്കാം. ഇതാണ് നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത്. നമുക്ക് 27 ഇഞ്ച് ഫുൾ ലെങ്ത് വേണം. അതിനോട് 1.5 ഇഞ്ച് കൂട്ടി 28 ഇഞ്ച് ഫുൾ ലെങ്ത് വേണം. ചെസ്റ്റ് നമുക്ക് ഒരു സൈഡിലേക്ക് 4 ഭാഗത്തേക്ക് 7.5 ആവശ്യം. നമ്മളിപ്പോൾ ഒരു സൈഡ് ഗ്യാതേർഡ് ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ ഈ സൈഡിലാണ് നമ്മൾ ഇത് ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് കട്ട് ചെയ്യണില്ല. അപ്പം നമ്മൾ എടുക്കുമ്പോൾ തുണിക്ക് വീതി ഈ സൈഡിൽ എത്രയാണ് 3 to 5 നമുക്ക് 15 ഇഞ്ചാണല്ലോ. അപ്പോൾ 15 ഇഞ്ച് നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് നമുക്ക് വേണ്ടി വരും. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് 2 സൈഡ് ലെഫ്റ്റും റൈറ്റും 2 സൈഡിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 30 ഇഞ്ച് തുണിക്ക് വീതി വേണം. നമുക്കിത് എന്തോരണ്ടെന്ന് നോക്കാം. ഇതാണ് ഞാൻ എടുത്തേക്കുന്ന തുണി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു വർക്കുള്ളതുകൊണ്ട് ഇതിന് ബോട്ടം അടിഭാഗത്തേക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇങ്ങനെയുള്ളൊരു തുണിയാണ്, ഒരു പഴയൊരു സാരിയാണ്. ആ സാരിനെ ഞാൻ കറക്റ്റായിട്ട് എനിക്കിപ്പോൾ ഒരു സൈഡിലേക്ക് 15 എന്ന രീതിയിൽ 30 ഇഞ്ച് വേണമല്ലോ ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സാരിന്ന് 30 ഇഞ്ച് വീതി വരുന്ന തുണി 2 തുണി എന്ന രീതിയിൽ ഞാൻ അളന്നെടുത്തു. അതായത് ഒരു സൈഡിലേക്ക് എനിക്ക് ഫ്രണ്ടിലേക്ക് മാത്രമായിട്ട് എനിക്ക് 30 വേണം, ബാക്കിലേക്ക് 30 60 ഇഞ്ച് വീതി വരുന്ന തുണി എടുത്തു. നീളം എനിക്ക് വേണ്ടത് 28 ഇത് കറക്റ്റ് 28 ഉണ്ട്. അങ്ങനെയുള്ളത് തുണി എടുത്തു. അതിന് 2 ആക്കി ഞാനിങ്ങനെ മടക്കി 2 ആക്കി മടക്കിയിട്ട് അതിന് വീണ്ടും ഞാൻ ഒന്നും കൂടി മടക്കി. കണ്ടോ, കൂടി അളന്ന് കാട്ടിത്തരാം. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ കറക്റ്റ് 28 ഉണ്ട്. ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ എനിക്ക് 15 ഇഞ്ച് ഉണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് അടയാളപ്പെടുത്താം. അടയാളപ്പെടുത്തുമ്പോൾ ആദ്യം ഞാൻ അടയാളപ്പെടുത്തുന്നത് ഷോൾഡറാണ്. ഷോൾഡർ എന്ന് പറഞ്ഞാൽ 0 to 9 എനിക്ക് 4 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്.
ഞാൻ ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞാൽ നെക്ക് വെടുത്ത് 0.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ഇഞ്ച്, ഞാനിവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. നെക്ക് ഡെപ്ത് എനിക്ക് കിട്ടിയത് 11-12 വരുന്നത് 3.5 ഇഞ്ച്. ഞാൻ ഇവിടെ 3 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 വെച്ചിട്ടുണ്ട്. ഇതിവിടെ വരും. ഞാൻ സ്കെയിൽ ഉപയോഗിച്ച് ഇങ്ങനെ വരച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെയും വരച്ചു. അത് കഴിഞ്ഞ് ആം ഹോള് വരുന്നത് 9-10 4 ഇഞ്ചാണ്. ഇവിടെ നിന്ന് ഞാൻ 4 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. ഇവിടുന്ന് ഷോൾഡറിൻ്റെ 4 എവിടെ വരണം നോക്കി അത് അടയാളപ്പെടുത്തിയിട്ട് ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് 0 to 3 ആണ്. വേസ്റ്റ് ലെങ്ത് 8.5 വരുന്നുണ്ട്. ഞാൻ 8.5 അടയാളപ്പെടുത്താണ്. അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് എക്സ്ട്രാ വേണ്ടിട്ട്, കാരണം മുകളിൽ ഒരു 1/2 ഇഞ്ച് അടിച്ചു പോകില്ല. അപ്പം എനിക്ക് 8.5 എന്നുള്ളത് 9 ഇഞ്ച് എടുത്തോളൂ. ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് പറയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 ഇഞ്ച് അടയാളപ്പെടുത്തി. ഞാൻ അടയാളപ്പെടുത്തുന്നതൊക്കെ തുണിയുടെ കൊള്ളില്ലാത്ത ഭാഗത്താണ് അടയാളപ്പെടുത്തുന്നത്. 9 ഇഞ്ച് വരും. 9 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ ഉള്ളത് ഈ 3 to 4 എന്ന് തന്നെയാണ് 0 to 2. 0 to 2 നമുക്ക് 7.5 കിട്ടിയിട്ടുണ്ട്. അതായത് കയ്യിൽത്തുമ്പടക്കം നമുക്ക് 7.5 കിട്ടിയിട്ടുണ്ട്. ആ 7.5 ഞാൻ അടയാളപ്പെടുത്താണ്. ഇവിടുന്ന് ഇവിടത്തോളം വരെ 7.5 വരും. അപ്പം അതേ മുകളിലും കൂടി അടയാളപ്പെടുത്തി. ഇവിടെ വരും 7.5. ഞാനിതൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടി. ഇത്രയാണ് നമുക്ക് തുണി ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ ഇത്ര എടുത്തേക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചുരുക്കിടാൻ വേണ്ടിയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 84 നമുക്ക് എത്ര കിട്ടിയാണ്? 3.5 ഇഞ്ച് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഞാനിപ്പോൾ ഇതൊരു ബോക്സ് പോലെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട. ഇത്രയും തുണികൾ ചുരുക്കി നമുക്ക് ഇവിടെ വരണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെച്ചാൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിർത്തണം. മനസ്സിലായില്ലേ? വേണമെന്നുണ്ടെങ്കിൽ തുമ്പിലും വേണം. നമുക്കൊരു 1 ഇഞ്ച് വേണമെങ്കിൽ കയറ്റി നമുക്ക് വെട്ടിക്കളയാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ തൂങ്ങി പോകണ്ടെന്നുള്ള രീതിയിൽ 1 ഇഞ്ച് ഞാൻ കയറ്റി അടയാളപ്പെടുത്തി. ഇതിന് ഈ ടേപ്പിന് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ നേരെ വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. ഇത്രയാണ് ഉള്ളത്. പിന്നെ ഇത് ചെറിയൊരു കയറ് വരയ്ക്കണം. കയറ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുണിയെ 2ആക്കി മടക്കി ഇവിടെ അടയാളം പെടുത്താം. അതുപോലെ തന്നെ ഇതിനെയും 2ആക്കി മടക്കി ഇത് ഇവിടെ അടയാളപ്പെടുത്താം. ഇവിടുന്ന് ഇങ്ങോട്ട് വേണം കയറി വരയ്ക്കാൻ. അതുപോലെ തന്നെ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം ശരിക്കും വരുന്നത് 6 ഇഞ്ചാണ്. അതിൻ്റെ 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്തേക്കുന്നത്. ഇവിടെ എവിടെയാണ് 6 ഇഞ്ച് വരണമെന്ന് നോക്കാം. 6 ഇഞ്ച് വരുന്നത് ഇവിടെയാണ്. അപ്പം നമ്മൾ കൈക്കുഴിയുടെ ഈ കയറി വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം. ഒന്നെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം വാങ്ങാനായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്കൊണ്ട് വരയ്ക്കാം. ഇങ്ങനെ ചെരിച്ച് എപ്പോഴും തുടക്കക്കാരെ എപ്പോഴും കൈക്കൊണ്ട് വരച്ച് പഠിച്ചതിന് ശേഷമൊക്കെ ഫ്രഞ്ച് കർവൊക്കെ വാങ്ങേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഒരു പൊടിക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് വേണമെങ്കിൽ കയറ്റി ഒരു ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയേക്കുന്നത് ഇവിടെ നിന്ന് ഇവിടത്തോളം വരെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളണം കേട്ടോ. ഇങ്ങനെ വരച്ച് ഇവിടെ നിന്ന് നേരിട്ട് വരയ്ക്കണം എന്നല്ല പറയണേ, അതിൻ്റെ ഉള്ളിൽ വേണം കയറി വരാനെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. ഇവിടെ വരണം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകരുത്. നമുക്ക് ഇന്നത് കട്ട് ചെയ്യാം. ഇനിയിപ്പോൾ കട്ട് ചെയ്യുന്നത് താഴ്ഭാഗത്തു നിന്നാണ്.
ഇനി ഇതിനിങ്ങനെ മടക്കിയിടാം. മടക്കി നിർബന്ധമൊന്നുമില്ല, കാരണം കയ്യിൽ നിന്ന് ഇതായി പോകരുതല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാൻ നെക്ക് കട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ 2 വിരലുകൊണ്ട് പിടിക്കാം കേട്ടോ, എന്നാലും കറക്റ്റായിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതോടെ തന്നെ ഇവിടെയും ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. പക്ഷെ നമുക്ക് കട്ട് ചെയ്യേണ്ടത് എവിടത്തോളം വരെയാണ്? ഈ പോയിന്റ് വരെയാണ് കട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ഇനി ആ പോയിന്റ് വരെ കട്ട് ചെയ്യാം. ഇവിടെ നിന്ന് വേണ്ട, ഈ പോയിന്റ് വരെ നമ്മൾ കട്ട് ചെയ്തു. ചെറിയൊരു മിസ്സിങ് പറ്റിയിട്ടുണ്ട്. നമുക്ക് 3.5 നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണല്ലോ, അവിടെ നിന്നല്ല അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ഇവിടെ ഒരു തയ്യൽ തുമ്പായാൽ നമുക്കൊരു 1.5 ഇഞ്ച് ഇവിടെ വന്നില്ലേ, അത് കഴിഞ്ഞിട്ട് വേണം 3.5 അടയാളപ്പെടുത്താനായിട്ട്. ഇവിടെ നിന്ന് ഈ തയ്യൽ തുമ്പ് ഇവിടെ വരണം, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെച്ച് 3.5 അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ 3.5യുടെ കൂടെ 1.5 ഇഞ്ച് കൂടി കൂട്ടി കഴിയുമ്പോൾ 4-5 ഇഞ്ചോളം അടയാളപ്പെടുത്തിയാലും മതിയുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് 5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടത്തോളം വരെ നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ, എന്നാലാണ് ഈ ഫ്രില്ല് മൊത്തം, ഈ തുണി മൊത്തം ചെറിയ ചെറിയ ചുരുക്കമായിട്ട് നമുക്ക് ഇവിടത്തോളം വരെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൂടി ഉണ്ട്. ഞാൻ അടയാളപ്പെടുത്തൽ ചെറിയൊരു മിസ്സിങ് വന്നിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇവിടത്തോളം വരെ കട്ട് ചെയ്യണം കേട്ടോ, കണ്ടോ? എന്നാലാണ് നമുക്ക് ചെറിയ ചുരുക്കിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോളൂ, എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്കാണ്, അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിൽ ഞാനത് ആഡ് ചെയ്തിട്ടില്ല. ഈ 8 to 4 വരുന്നത് മൊത്തം നമുക്ക് 5 ഇഞ്ചാണ് വരുന്നത്. ഈ 3.5യുടെ കൂടെ, അതായത് 4 to 8 3.5 എഴുതിയത്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തും കൂടി ആഡ് ചെയ്ത് 5 ഇഞ്ചോളം വെച്ച് വേണം അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. എൻ്റെ ഭാഗത്ത് നിന്നും ചെറിയൊരു മിസ്റ്റേക്കാണ്. നമുക്കിനി ക്ലാസ്സിൽ തുടങ്ങാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നെക്ക് മടക്കിയടിക്കാം. ചീത്തവശത്ത് ആണ് തുണി ഇട്ട് നമ്മളിങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇതിൽ ആദ്യം ഒന്ന് മടക്കി, അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ വീണ്ടും മടക്കി. അങ്ങനെയാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ പെറ്റിക്കോട്ടിൽ ചെയ്തില്ല, അതുപോലെ തന്നെ ആദ്യം 1/4 ഇഞ്ച് മടക്കി, വീണ്ടും ഒരു 1/2 ഇഞ്ച് വീണ്ടും ഒരു 1/4 ഇഞ്ച് മടക്കി. ചുളിവൊന്നും വരാത്ത രീതിയിൽ വേണം നമ്മൾ നെക്ക് മടക്കി അടിക്കുമ്പോൾ എടുക്കാനായിട്ട്. ഇതിൽ നിങ്ങൾക്ക് നെക്ക് മടക്കി അടിക്കുന്നത് മനസ്സിലായി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പെറ്റിക്കോട്ടിൻ്റെ, അതായത് ക്ലാസ് 2ൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അതിൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് നെക്ക് മടക്കി അടിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ലിങ്കും കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആം ഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം. ആം ഹോള് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, രണ്ടിൻ്റെയും ഷോൾഡറിൻ്റെ അവിടുത്തെ ഇത് എത്രയാണെന്ന് നോക്കാം. ഇവിടെ വന്നേക്കുന്നത് 1.25, ഇവിടെയും കറക്റ്റാണ് 1.25. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കി എന്തോരം ഉണ്ടെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാണ്. ഇതിപ്പോ 1.25 1.5 അല്ല 1.25 അല്ല, അതിൻ്റെ ഇടയിൽ 1.25 വേണ്ടുള്ള ഒരു പോയിന്റ് വന്നിട്ട്
1.5 അല്ല 1.25 അല്ല, അതിൻ്റെ ഇടയിലാണ് എടുത്തത്. ഇവിടെ വേണം നമ്മൾ മടക്കി അടിക്കുന്നത് വരാനായിട്ട്. എന്നാലാണ് ഈ കറക്റ്റ് വീതി ഇവിടെ തന്നെ കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ ഇത് കറക്റ്റ് അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് കറക്റ്റാണ്. യെസ്, ഇതും കറക്റ്റാണ്. രണ്ടിൻ്റെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചുരുക്കുണ്ടല്ലോ എന്തോരം ഉണ്ടെന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നിന്ന് 12 ഇഞ്ച് ഉണ്ട്. നമുക്ക് 12 ഇഞ്ചിന് 5 ഇഞ്ചിൻ്റെ ഉള്ളിലേക്ക് ആക്കണം. നമ്മൾ ചെറിയ ചുരുക്കിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവസാനം അതിലേക്ക് കൂട്ടി വെച്ച് യോജിപ്പിച്ചാലും മതി. ചെറിയൊരു ചുരുക്കിന് ഇട്ടു, ഇവിടെ ഇങ്ങനെ ഇട്ടു, ഇങ്ങനെ ഇട്ടു. നമുക്ക് ഇതിങ്ങനെ വെച്ച് 1.5 ഇഞ്ചിന് അടയാളപ്പെടുത്തി ഇതുപോലെ ഇതെടുത്ത് ഇതിൻ്റെയും 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഇതിൻ്റെ അടയാളപ്പെടുത്തി വന്നേക്കുന്നത്. ഏകദേശം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇത് തമ്മിൽ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ഒരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യാം. നമ്മുടെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റിച്ചായി കണ്ടില്ലേ? അതുപോലെ പറ്റിട്ട് ഇതിന് മേലെ കൂടി നടി കൂടെ അടിക്കണം കേട്ടോ. ഇത് രണ്ട് സൈഡിലും നമ്മൾ ചുരുക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് സൈഡ് അടിക്കാം. നമ്മളിപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ സൈഡ് ഗ്യാതേർഡ് റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെയും സൈഡിൽ നമ്മൾ അടിച്ചു, അതുപോലെ ഇവിടെയും നമ്മൾ ചെയ്തു. ഇനി നമുക്കുള്ളത് രണ്ട് സൈഡും കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ 1.5
ഇഞ്ചാണ് തയ്യൽ തുമ്പ് എടുത്തേക്കുന്നത് അല്ലേ. അപ്പം ആ ഒരു അളവിൽ ഇവിടെ 1.5 ഇഞ്ച് എടുക്കാം. ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെയും 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് അടിച്ചു വരുന്തോറും അവസാനം ഇവിടെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിലേക്ക് വന്ന് താഴെ വരും. ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് ഇങ്ങനെയാണ് വരണം. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. കണ്ടില്ല, ഒപ്പത്തിനൊപ്പം ഇങ്ങനെ വെക്കുക. ടൈം തന്നെ കെട്ടിട്ട് കൊടുക്കുക. ഒപ്പത്തിനൊപ്പം വെച്ചു ഇതിങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ച് ആദ്യം ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിട്ട് കൊടുത്തു. എന്നിട്ട് ഈ വേസ്റ്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അടിക്കാം. 1.5 ഇഞ്ചിൻ്റെ അളവിൽ 1.5 ഇഞ്ച് അളവിൽ സ്ട്രെയിറ്റ് ആയിട്ട് വേസ്റ്റ് വരെ അടിച്ചു. ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇവിടെ 1.5 ഇഞ്ച് ആണെങ്കിൽ ഇങ്ങനെ ചെരിച്ചടിച്ചടിച്ച് അവസാനം ഈ സൈഡിൽ 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്ന രീതിയിലേക്ക് നമ്മൾ ചെരിച്ചടിച്ച് വേണം വരാനായിട്ട്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചെരിച്ചടിക്കണം. താഴോട്ട് പോകും തോറും ഈ 1.5 എന്നുള്ളത് 1.25 1 1.25 1/2 അങ്ങനെ ചെരിച്ചടിച്ച് വരാം. അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ ഒന്നുകൂടി ഡബിൾ സ്റ്റിച്ച് അടിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്യേണ്ടത് ഒരു 1/4 ഇഞ്ച് നീങ്ങി വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്തിടാം. അതിൽ വണ്ണം വെക്കുന്ന അനുസരിച്ച് നമുക്ക് അഴിച്ചിടണമെങ്കിൽ അഴിച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ നമ്മൾ 2 സൈഡ് അടിച്ചു. ഇനി അടിവശം അടിക്കുകയാണ്. അടിവശം ഇപ്പം തേരുവശം ആയതുകൊണ്ട് ഞാൻ ഒരു മടക്ക് മടക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ 1/4 ഇഞ്ചിൻ്റെയോ 1/2 ഇഞ്ചിൻ്റെയോ 2 മടക്ക് മടക്കണതിൽ ഇങ്ങനെയും മടക്കണം. ഇതിപ്പം ഞാൻ ഒരു മടക്ക് അടിക്കുള്ളൂ തേരുവശം ആയതുകൊണ്ട്. ഇങ്ങനെ മടക്കി അടിക്കുക. ബാക്കിൽ നമുക്ക് ചെറിയൊരു വള്ളി വെക്കാനുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് നമുക്ക് അടുത്ത സ്റ്റിച്ചിങ് വീഡിയോയിൽ അതെങ്ങനെ എടുക്കണമെന്ന് ഞാൻ കാട്ടിത്തരാം.